ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയാലോ. ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പൈനാപ്പിളും ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാമേ. നമ്മൾ പൈനാപ്പിൾ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൈവിടാൻ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് പൈനാപ്പിൾ, അതിനനുസരിച്ചുള്ള പഞ്ചസാര, ലാസ്റ്റ് ഇതെല്ലാം തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് നാരങ്ങ നീര്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പൈനാപ്പിൾ ജാമൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതല്ലേ. ഇത് ഏത് ഫ്രൂട്ട് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമേ. പൈനാപ്പിളിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കൈവിടാതെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്തിന് നമുക്കിവിടെ ഒരു നാരങ്ങയുടെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിടുന്ന കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവാം നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടാറിയ ശേഷം ഉപയോഗിച്ച് നോക്കാമേ ഇത്. അങ്ങനെ നമ്മുടെ ജാമൊക്കെ ഇവിടെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ 2-3 ബ്രെഡൊക്കെ എടുത്തിട്ട് അതിലേക്ക് തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തുതരാം. അങ്ങനെ വിഷ്ണുവിനെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ ബ്രെഡിലോട്ട് നമ്മൾ ജാമൊക്കെ തൂത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ജാമിന് ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഞാൻ മുന്നേ 1-2 വട്ടം ഇത് പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.